ഐക്യജനാധിപത്യ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്ന വരയ്ക്കുന്ന വരക്കപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് പോകാൻ പറ്റുകയില്ല. ഞാനൊരു 3-4 ഉദാഹരണങ്ങൾ പറയാം. കരുണാകരനെ മാറ്റിയത് മുതൽക്ക് നോക്കിയാൽ മതി. കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി കേന്ദ്രത്തിലേക്ക് വിക്ഷേപിച്ചത് മുതൽക്കാണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ലീഗിന് കപ്പം കൊടുത്ത് കഴിയേണ്ട അവസ്ഥയിലേക്ക് പോയത്. കരുണാകരനെ മാറ്റുന്നതിൽ ഉമ്മൻചാണ്ടിയും സംഘവും ഘടകകക്ഷികളെ വലിച്ചഴിച്ചു. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു ആദിപാപം എന്ന് പറയാം. ഓക്കെ. അതായത് ഘടകകക്ഷികളെ രംഗത്തിറക്കി. മുസ്ലിം ലീഗ് മാത്രമല്ല, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പിള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ജേക്കബ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, CMPയും NDPയും ഉണ്ടായിരുന്നു. CMPയും NDPയും മാത്രമാണ് കരുണാകരൻ മാറ്റരുത് എന്ന അഭിപ്രായം പറഞ്ഞത്. ബാക്കി എല്ലാവരും കരുണാകരൻ മാറ്റണം എന്ന് പറഞ്ഞവരാണ്. അങ്ങനെ കോൺഗ്രസ്സിലെ ഒരു ഉൾപാർട്ടി പ്രശ്നത്തിലേക്ക് ഈ ഘടകകക്ഷികളെ കൊടുത്തു. പക്ഷേ മാണി ഗ്രൂപ്പിനോ ജേക്കബ് ഗ്രൂപ്പിനോ പിള്ള ഗ്രൂപ്പിനോ മറ്റ് പാർട്ടികൾക്കും ഒന്നും കോൺഗ്രസ്സിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അതുപോലെ കൈയിട്ട് പറയാനുള്ള അവസരം കിട്ടിയില്ല. മുസ്ലിം ലീഗ് കുറേ കൂടി പ്രബലമായൊരു പാർട്ടി ആയതുകൊണ്ട് അവർ ആ ഒരു മേൽക്കോയ്മ അന്ന് മുതൽ ഇന്നേ തീയതി വരെ കാത്തു സൂക്ഷിച്ചു എന്നുകൂടെ പറയാം. അതായത് 2005 മുതൽക്ക് 2026 വരെ കഴിഞ്ഞ 21 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ UDFിലെ നിർണായകമായ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നത് മുസ്ലിം ലീഗാണ്. ഉദാഹരണത്തിന് AK ആൻ്റണിക്ക് മത്സരിക്കാൻ തിരൂരങ്ങാടി സീറ്റ് കൊടുത്ത് അതോടെ ആൻ്റണിയുടെ കഴുത്ത് ലീഗിൻ്റെ കക്ഷത്തിലായി. മനസ്സിലായില്ലേ? ഓക്കെ. ആൻ്റണിക്ക് ചേർത്തലയിലോ അല്ലെങ്കിൽ വേറെ തിരുവിതാംകൂർ ഭാഗത്തെ ഏതെങ്കിലും മണ്ഡലത്തിലോ മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഒഴിഞ്ഞ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഈ തിരൂരങ്ങാടി സീറ്റ് ഈ നമ്മുടെ UA വീരാൻ ഇന്ത്യൻ നാഷണൽ ലീഗ് ചേർന്നതിനെ തുടർന്ന് ആ സീറ്റ് ഒഴിഞ്ഞെടുക്കരുത്. അപ്പോൾ മത്സരിച്ചാൽ നിസ്സാരമായിട്ട് ജയിക്കാവുന്ന സീറ്റ് എന്ന രീതിയിൽ ആൻ്റണി തിരൂരങ്ങാടിയിൽ വന്ന് മത്സരിച്ചു. ലീഗുകാരത് വലിയ ത്യാഗമായിട്ട് അന്ന് മുതൽക്ക് ഇന്ന് വരെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമാണ്. AK ആൻ്റണി ഞങ്ങൾ തിരൂരങ്ങാടിയിൽ നിർത്തി ജയിപ്പിച്ചില്ലേ, ജയിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. അത് ഒരു ത്യാഗമായിരുന്നില്ല എന്നല്ല, സത്യത്തിൽ അന്ന് മുതൽക്കാണ് കോൺഗ്രസ്സുകാരുടെ കഴുത്ത് ലീഗിൻ്റെ കക്ഷത്തിലായത്. അങ്ങനെ അവിടെ നിന്ന് ആരംഭിച്ചു. പിന്നീട് ഉണ്ടായ സംഭവങ്ങളൊക്കെ അതിന് അടിവരയിടുന്നതായിരുന്നു. ഇപ്പോൾ മുരളീധരൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് DIC ഉണ്ടാക്കിപ്പോയി. അദ്ദേഹത്തിന് LDFിൽ എടുത്തില്ല. പുള്ളി എങ്ങും അല്ലാത്ത അവസ്ഥയിൽ വന്നു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു മുരളീധരനെ തിരിച്ചു വിടണം, DICയെ തിരിച്ചു വിടണം. ഉമ്മൻചാണ്ടി വഴങ്ങി. മാണി കേരള കോൺഗ്രസിനെ UDFിൽ നിന്ന് വിടർത്തിയെടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് മാണി കുറച്ചാൾ അവിടെ ഇല്ല ഇവിടെ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി മുഖേന ഇവരിടപെട്ടു. എന്നിട്ട് പറഞ്ഞു മാണിയെ തിരിച്ചു വിടണം, UDFിനെ ശക്തിപ്പെടുത്തണം എന്നാവശ്യം. ഒറ്റ കേൾവിയിൽ നമ്മൾ വിചാരിക്കും വലിയ ത്യാഗമല്ലേ ചെയ്തത്. അതിന് പരിഹാരമായിട്ട് എന്താ ചെയ്തത്? അവർക്ക് രാജ്യസഭാ സീറ്റ് തളികയിൽ വെച്ച് കൊടുത്തു. ആരുടെ സീറ്റ്? ലീഗിൻ്റെ സീറ്റാണോ? അല്ല, കൊടുത്തത് കോൺഗ്രസിൻ്റെ സീറ്റാണ്. അങ്ങനെ വഴി കിടക്കുന്ന നാളേരെടുത്ത് ഗണപതിക്ക് ഉടയ്ക്കാന്ന് പറയും. ഇതാണ് സത്യത്തിൽ ലീഗുകാർ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. KPCC പ്രസിഡന്റ് തീരുമാനിക്കാനും അല്ലെങ്കിൽ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റി അതിൻ്റെ ലെജിസ്ലേച്ചർ പാർട്ടി ലീഡറെ തീരുമാനിക്കാനും ഒക്കെ പാണക്കാട്ടുകാർക്ക് ഒരു സേ ഉണ്ട്. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ലീഗിന് അഭിമതനല്ലാത്ത, ലീഗിന് സമ്മതനല്ലാത്ത ഒരാൾക്ക് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ തുടരാൻ പറ്റുകയില്ല എന്നുള്ളതാണ് സത്യം. അത് ലീഗിൻ്റെ കഴിവ് എന്നതിനേക്കാളും അത് കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ്. ഇതാണ് സത്യം.